കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചക്ക ചില്ലിയുടെ റെസിപ്പി ആയാലോ. ഇത് നമുക്ക് ചിക്കൻ ചില്ലി പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചക്കച്ചില്ലി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അധികം മൂക്കാത്ത ഇളം ചക്കയാണ്. ഞങ്ങളുടെ ഇവിടെ ഇടിച്ചക്ക എന്നൊക്കെ പറയും. കുരു ഒന്നും വരാത്ത ചക്കയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചക്ക കട്ട് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യുക ഇതുപോലെ. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി എടുക്കുമായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടെ ചേർക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുകയാണ്. അതും ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മസാലയൊന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കുക കേട്ടോ. എല്ലാ ചക്കൻ്റെ പീസിലേക്കും നല്ല പോലെ ഒന്ന് മസാല തിരുമ്മി പിടിപ്പിച്ചെടുക്കുക. ഇപ്പം ഞാൻ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂണോളം തന്നെ അരിപ്പൊടിയും ആണ്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മസാലയൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ മസാല തേക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇതാ മസാലയൊക്കെ ഞാൻ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കേട്ടോ. ഇപ്പം ഞാൻ ചക്കച്ചില്ലി ഫ്രൈ ചെയ്യാനായിട്ട് പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഈ പാന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യണ സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവർ ഇട്ടു കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടിപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചക്കയുടെ പീസസ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചക്ക പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ആകാണെങ്കിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സമയം എടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ചക്കച്ചില്ലി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.